എക്സാം ആവാനായി എല്ലാവരും മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ് മിസ് പറയുന്നത്. എല്ലാവരോടും അതായിരിക്കും മിസ് പറയുന്നുണ്ടായിരിക്കുക. അപ്പം നിങ്ങൾക്ക് എക്സാമിന് തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന 10 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് മിസ് ഇതാ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. യെസ്, അപ്പോൾ ഏതൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് നോക്കാം. യെസ്, വെൻ മാംഗോ റൈപ്പൻസ് ഇറ്റ്സ് കളർ ചേഞ്ചസ് ടു യെല്ലോ, വാട്ട് ഇസ് ദ റീസൺ ബിഹൈൻഡ് ദിസ്? മാങ്ങ പഴുക്കുമ്പോൾ അതിന്റെ നിറം മഞ്ഞയായി മാറുന്നു. ഈ നിറം മാറ്റത്തിന് കാരണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നിറവും രുചിയും മാറുന്നത് എപ്പോഴും ഈ പറയുന്ന പോലെ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നിറം മാറാനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്? ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറുന്നു മക്കളെ? ക്രോമോപ്ലാസ്റ്റ് ആയിട്ട് മാറുന്നു. ക്രോമോപ്ലാസ്റ്റ് അഥവാ ഹരിതകണം എന്ന് പറയുന്നത് എന്തായിട്ട് മാറുന്നു? വർണ്ണകണമായിട്ട് മാറുന്നു. മാങ്ങ പഴുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഏത് പഴവും പഴുക്കുന്ന സമയത്ത് അവിടെയുള്ള ഹരിതകണം അഥവാ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ക്രോമോപ്ലാസ്റ്റ് അഥവാ വർണ്ണകണമായിട്ട് മാറുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. പ്രോട്ടോപ്ലാസം ഇസ് ഫോംഡ് ബൈ ഓൾ മെറ്റീരിയൽസ് ഇൻ ദ സെൽ ഇൻക്ലൂഡിംഗ് സൈറ്റോപ്ലാസം ആൻഡ് പ്ലാസ്മ മെംബ്രെയിൻ. പ്രോട്ടോപ്ലാസം ഇസ് ഫോംഡ് ബൈ ഓൾ മെറ്റീരിയൽസ് ഇൻസൈഡ് ദ പ്ലാസ്മ മെംബ്രെയിൻ. Protoplasm is cytoplasm inside the cell except the nucleus. Protoplasm and cytoplasm are same materials. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ജീവദ്രവ്യം എന്ന് പറയുന്നത് കോശദ്രവ്യം, കോശസ്തരം എന്നിവ ഉൾപ്പെടെ എല്ലാ പദാർത്ഥങ്ങളും ചേർന്നതാണ്. ആണോ? അല്ല. അല്ലെ, കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളും ചേർന്നതാണ് ജീവദ്രവ്യം. യെസ്, സെൽ മെംബ്രെയിൻ അഥവാ പ്ലാസ്മ മെംബ്രെയിനകത്തുള്ള എല്ലാം കൂടി ചേർന്നതാണ് നമ്മൾ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. കോശത്തിനകത്തെ മർമ്മം ഒഴികെയുള്ള കോശദ്രവ്യമാണ് ജീവദ്രവ്യം. അല്ല, കോശദ്രവ്യവും ജീവദ്രവ്യവും ഒന്ന് തന്നെയാണ്. അല്ല, അപ്പൊ നമുക്ക് മനസ്സിലായി ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അതായത് പ്ലാസ്മ മെംബ്രെയിൻ്റെ അകത്ത് കാണുന്ന എല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മൾ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. ഈ പ്രോട്ടോപ്ലാസം എക്സെപ്റ്റ് ന്യൂക്ലിയസ് ആണ് എന്ത്? നമ്മുടെ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് among the following is not a prokaryote? താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രോകാരിയോട്ടുകളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൈക്കോപ്ലാസ്മ, അമീബ, ബാക്ടീരിയ, സൈനോബാക്ടീരിയ. മൈക്കോപ്ലാസ്മയുണ്ട്, അമീബയുണ്ട്, ബാക്ടീരിയയുണ്ട്, സൈനോബാക്ടീരിയ. ഇതിൽ പ്രോകാരിയോട്ടിൽ പെടാത്തത് അതായത് യൂകാരിയോട്ട് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ അമീബയാണ് ഇതിലെ ഒരേ ഒരു യൂകാരിയോട്ട് എന്ന് പറയുന്നത്. അമീബയാണ് യൂകാരിയോട്ട്. യെസ്, യൂകാരിയോട്ടുകൾ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് മെംബ്രെയിൻ കൊണ്ട് പൊതിഞ്ഞ ഒരു ന്യൂക്ലിയസ് നമുക്ക് കാണാൻ പറ്റും. പ്രോകാരിയോട്ടുകൾ നമുക്കൊരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസിനെ കാണാൻ സാധിക്കില്ല. ആ ഡിഫറൻസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. യെസ്, ഐഡന്റിഫൈ ദ ആനിമൽ ടിഷ്യൂ ആൻഡ് റൈറ്റ് ദ നെയിം. തന്നിട്ടുള്ള ജന്തുക്കളെ ഏതെന്ന് തിരിച്ചറിഞ്ഞ് പേര് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ജന്തുക്കളെയും അല്ലെങ്കിൽ ഏത് ആനിമൽ ടിഷ്യൂവും നിങ്ങളോട് ചോദിക്കാം. അതിന്റെ പിക്ചർ കൃത്യമായിട്ട് അറിഞ്ഞു വെച്ച് മാത്രമേ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകാൻ പാടുള്ളൂ. ഈ തന്നിരിക്കുന്ന ആനിമൽ ടിഷ്യൂ ഏതാണ്? നമ്മുടെ മസ്കുലാർ ടിഷ്യൂ ആണ്. മസ്കുലാർ ടിഷ്യൂ അഥവാ പേശികല. എന്താണ് മസ്കുലർ ടിഷ്യൂവിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? അതായത് കോൺട്രാക്ട് ചെയ്യാനും തിരിച്ച് അതിന്റെ ഒറിജിനൽ സ്റ്റേറ്റ് റീഗെയിൻ ചെയ്യാനും കഴിവുള്ള ഒരു ടിഷ്യൂ ആണ് മസ്കുലർ ടിഷ്യൂ. അതായത് സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കലകളാണ് പേശികലകൾ എന്ന് പറയുന്നത്. ഇത് എന്തിനു വേണ്ടി സഹായിക്കും? ബോഡി മൂവ്മെന്റ് അഥവാ ചലനത്തിന് വേണ്ടി സഹായിക്കുന്നതാണ്. ഇങ്ങനെ ഏത് ടിഷ്യൂവും നിങ്ങളോട് ചോദിക്കാം. എപ്പിത്തീലിയൽ ടിഷ്യൂ ചോദിക്കാം, ആവരണകല ചോദിക്കാം, നെർവസ് ടിഷ്യൂ അഥവാ നാഡീകല ചോദിക്കാം, കണക്റ്റീവ് ടിഷ്യൂ അഥവാ യോജക കലയും ചോദിക്കാം. എല്ലാത്തിൻ്റെയും പിക്ചേഴ്സും അതുപോലെ തന്നെ ഫംഗ്ഷനും അറിഞ്ഞിരിക്കുക. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു സൈലം ടിഷ്യൂ. എന്താണ്? സൈലം കലയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നു. ഇലകളിൽ നിർമ്മിച്ച ആഹാരം സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നു. എന്താണ്? പ്രൊവൈഡ് സപ്പോർട്ട് ആൻഡ് സ്ട്രെങ്ത് ടു പ്ലാന്റ് പാർട്സ്, transports food synthesized in the leaves to various parts of the plant body. ഇതിൽ എന്താണ്? ഫുഡ് സിന്തസൈസ് ചെയ്ത ഫുഡ്, ഇലകളിൽ ഉണ്ടാക്കിയിട്ടുള്ള ആഹാരം വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് അഥവാ പ്ലാന്റ് ഡിഫറെന്റ് പാർട്സിലേക്ക് എത്തിക്കുന്നത് ഫ്ലോയമാണ്, സൈലം അല്ല. അതുകൊണ്ട് ഇത് തെറ്റാണ്. ഇറ്റ് പ്രൊവൈഡ് സപ്പോർട്ട് ആൻഡ് സ്ട്രെങ്ത് ടു ദ പ്ലാന്റ് പാർട്സ്. യെസ്, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് ഓൺലി 1 ഇസ് റൈറ്റ് അല്ലേ? 1 എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് റൈറ്റ് ആയിട്ടുള്ള, ഒന്ന് മാത്രമാണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ സെൽ ഓർഗനൽ കവേർഡ് ബൈ ദ ക്യാരക്ടറിസ്റ്റിക് മെംബ്രെയിൻ ടോണോപ്ലാസ്റ്റ്. ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ട കോശാംഗം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്ന മെംബ്രെയിൻ ഉള്ള സെൽ ഓർഗനൽ കോശാംഗം എന്ന് പറയുന്നത് ഏതാണ്? മൈറ്റോകോൺഡ്രിയൻ ആണോ, ഗോൾജി കോംപ്ലക്സ് ആണോ, ക്ലോറോപ്ലാസ്റ്റ് ആണോ, വാക്യൂൾ ആണോ? മൈറ്റോകോൺഡ്രിയൻ ആണോ, ഗോൾജി കോംപ്ലക്സ് ആണോ, ഹരിതകണമാണോ, ഫേനമാണോ? ഏതാണ്? നമുക്കറിയാം റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് വാക്യൂൾ അല്ലെങ്കിൽ ഫേനം ആണ്. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ കീ ക്യാരക്ടർ ഓഫ് കോളൻകൈമ ഫ്രം ദി ഫോളോയിങ്. തന്നിരിക്കുന്നതിൽ നിന്ന് കോളൻകൈമയെ തിരിച്ചറിയാനുള്ള സവിശേഷത ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കമ്പോസ്റ്റ് ഓഫ് സെൽസ് വിത്ത് സിംപ്ലസ്റ്റ് സ്ട്രക്ചർ ആണോ? അല്ല. അതേതാണ്? നമ്മുടെ പാരൻകൈമയാണ് ഏറ്റവും ലഘു ഘടനയുള്ളത്.
ഇനി made up of cells with thickening only at the corners of the cell wall. സെൽ വാളിന്റെ കോർണേഴ്സ് അഥവാ കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയിട്ടുള്ളതാണോ കോളൻ കൈമ? യെസ്, റൈറ്റ് ആൻസർ ആണ്. made up of cells with uniform thickening all over the cell wall ആണോ? എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടി കൂടിയതാണോ? അല്ല, അത് സ്ക്ലീറൻ കൈമയാണ്. ട്യൂബ് ലൈക്ക് സ്ട്രക്ചേഴ്സ് കമ്പോസ്ഡ് ഓഫ് ലോങ് സെൽസ് അതുമല്ല. സോ ഓപ്ഷൻ ബി ഇസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം നോക്കാം. ഐഡന്റിഫൈ ദി സെൽ ഓർഗനൽ. തന്നിരിക്കുന്ന കോശാംഗത്തിന്റെ ചിത്രം തിരിച്ചറിഞ്ഞ് പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ കോശാംഗങ്ങളും നിങ്ങളോട് ഏത് വേണമെങ്കിലും ചോദിക്കാം. ഈ തന്നിരിക്കുന്നത് ഏതാണ്? നമ്മുടെ ഗോൾജി കോംപ്ലക്സ് ആണ് അല്ലെ. ഗോൾജി കോംപ്ലക്സ് എന്ന് പറയുന്ന സെൽ ഓർഗനലാണ് ഈ തന്നിരിക്കുന്നത്. ഗോൾജി കോംപ്ലക്സ്. ഓക്കെ, ഗോൾജി കോംപ്ലക്സ്. യെസ്. അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഏത് സെൽ ഓർഗനൽ തരാം. നിങ്ങൾക്ക് റൈബോസോം തരാം, മൈറ്റോകോൺട്രിയൻ തരാം, അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം തരാം, ഏത് വേണമെങ്കിലും തരാം. എല്ലാ സെൽ ഓർഗനൽസിന്റെ പിക്ചേഴ്സും നോക്കുക, ഇവയുടെ ഫംഗ്ഷൻസും പഠിച്ചു വെക്കുക. Yes. Next question. Correct mistakes, if any, in the underlying part of the given statements. Colon chyma is seen in the soft parts of the plant. ആണോ? അല്ല. ഏതാണ് സോഫ്റ്റ് പാർട്സിൽ കാണുന്നത്? പാരൻ കൈമയാണ്. Scleran chyma is made up of cells that are uniformly thick all over the cell wall. Yes, correct statement ആണ്. Muscular tissue can transform into other type of cells. ആണോ? അല്ല. സ്റ്റെം സെല്ലുകൾക്കാണ് മറ്റ് സെല്ലുകളായിട്ട് മാറാനുള്ള കഴിവുള്ളത്. സ്റ്റെം സെൽസ് അഥവാ വിത്തുകോശം. പേശികലയല്ല, വിത്തുകോശം. നമ്മൾ പറഞ്ഞു ഇത് കോളൻ കൈമയല്ല, പാരൻ കൈമയാണ്. യെസ്. പദാർത്ഥ സംവഹനം, രോഗപ്രതിരോധം മുതലായ ധർമ്മങ്ങൾ രക്തം നിർവഹിക്കുന്നു. എന്താണ്? ബ്ലഡ് ക്യാരീസ് ഔട്ട് ദ കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് മേക്സ് ദ ബോഡി റെസിസ്റ്റന്റ് ടു ഡിസീസസ്. കറക്റ്റ് ആണ് അല്ലേ? ഈ പറയുന്ന പദാർത്ഥ സംവഹനത്തിന് അഥവാ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നത് ആര് തന്നെയാണ്? രക്തം അഥവാ ബ്ലഡ് തന്നെയാണ്. യെസ്. ഇനി നിങ്ങളോട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് നമ്മുടെ മെരിസ്റ്റമാറ്റിക് സെല്ലും അതുപോലെ തന്നെ മെച്വർ സെല്ലും തമ്മിലുള്ള ഒരു കമ്പാരിസൺ എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട്. മെരിസ്റ്റമിക കോശം അതുപോലെ തന്നെ പൂർണ്ണ വളർച്ചയെത്തിയ കോശവും. പൂർണ്ണ വളർച്ചയെത്തിയ കോശം. ഇവ തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. നമുക്കറിയാം മെരിസ്റ്റമാറ്റിക് സെല്ലിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പാരിറ്റീവ്ലി ലാർജ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ആയിരിക്കും അല്ലെ. ഒരു ലാർജ് ന്യൂക്ലിയസ് അഥവാ കമ്പാരിറ്റീവ്ലി വലിയ മർമ്മമായിരിക്കും ഉണ്ടായിരിക്കുക. യെസ്. ഇതുപോലെ തന്നെ വേറെ വ്യത്യാസങ്ങളുണ്ട് അല്ലേ. അപ്പൊ ആ വ്യത്യാസങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആ വ്യത്യാസങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അതിൽ ഏതെങ്കിലും ഒരു വ്യത്യാസമെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. യെസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. യെസ്. അതുപോലെ തന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് നമ്മുടെ ഈ പറയുന്ന ചാനലിൽ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്. ബൈ.